കാസർഗോഡ് ഉപ്പളയിൽ പട്ടാപ്പകൽ ഒരാഴ്ച മുൻപ് നടന്ന കവർച്ചാ കേസാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ഉപ്പളയിൽ ₹1 കോടി കവർച്ച ചെയ്ത സംഭവത്തിൽ പ്രതികളെ ഇതുവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രദേശത്തെ 100ലേറെ CCTV ക്യാമറകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. കവർച്ചാ സംഘത്തിന് കാസർഗോഡും കണ്ണികളുണ്ടെന്നാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, ഈ സംഭവം നടന്നിട്ട്, ഈ കവർച്ച നടന്നിട്ട് 10 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ലേ? അതെ ടോം, കഴിഞ്ഞ മാസം 27-നാണ് ഈ കവർച്ച നടന്നത്. ഇപ്പോൾ 12 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഈ കേസിലെ ഒരു പ്രതികളെ പോലും പിടികൂടാനായിട്ടില്ല. അതും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഇത്തരത്തിൽ കവർച്ച നടന്നത്. അതും പട്ടാപ്പകൽ 2 മണിക്കാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നത്. ഈ ATM-ലേക്ക് നിറയ്ക്കാൻ കൊണ്ടുവന്ന പണമാണ്. ഇത് ഗ്ലാസ് തകർത്ത് ഈ വാഹനത്തിനകത്തു നിന്നും ₹1 കോടി കവർച്ച ചെയ്യുകയും ആ ബാഗുമായി ഇയാൾ കൃത്യമായി കർണാടകയിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും പോലീസിന് ഈ പ്രതികളെ ഇതിൽ പിടികൂടാനായിട്ടില്ല. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കുന്നത്, ഇയാൾ ആദ്യം ഇത്തരത്തിൽ ഈ കവർച്ച ചെയ്ത പണവുമായി കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ബാംഗ്ലൂരിലേക്ക് പോകാനായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടത്. എന്നാൽ ബാംഗ്ലൂരിലേക്കുള്ള വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇയാൾ കാസർഗോട്ടേക്ക് എത്തുകയും കാസർഗോട്ട് നിന്നും വണ്ടി കയറി ഇത്തരത്തിൽ ബംഗളൂരുവിലേക്ക് എത്തുകയായിരുന്നു. ആ ബംഗളൂരിൽ എത്തിയ ദിവസം തന്നെ സമാനമായ രീതിയിലുള്ള ഒരു കവർച്ച ബംഗളൂരുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ലാപ്ടോപ്പാണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് ഇവർ സംഘം മോഷ്ടിച്ചതെന്നായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് ലഭിച്ച CCTV-യും ഒപ്പം ബാംഗ്ലൂരിൽ നിന്ന് ലഭിച്ച CCTV-യിലും ഒരേ ആൾക്കാരാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3 പേർ കൂടി ഇവരുടെ ഈ കവർച്ചാ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഈ 3 പേർ കവർച്ച നടക്കുന്ന സമയത്ത് ഒരാൾ മാത്രമാണ് ഇത്തരത്തിൽ കവർച്ച നടത്തിയത്. പിന്നീട് ഈ സംഘം ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തത്. എന്തായാലും ചെറുപുത്തൂർ സ്വദേശിയാണ് ഇവർക്കുള്ള ബംഗളൂരുവിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ 100ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. അതുപോലെ തന്നെ ഈ ഉപ്പള ടൗണിലുള്ള നിരവധി മൊബൈൽ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി. എന്തായാലും തിരുക്ക് ഗ്രാമത്തിൽ നിന്നുള്ള സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് തന്നെയാണ് പോലീസ് ബലമായി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം തമിഴ്നാട്, കർണാടക, കേരള ഈ 3 സംസ്ഥാനങ്ങൾ കാസർകോട്ടെ പട്ടാപ്പകൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നതെങ്കിലും കാസർഗോഡും ഈ കവർച്ചാ സംഘത്തിന് കണ്ണികളുണ്ടെന്നാണ് പോലീസിന്റെ സംശയം.